ഇടതുപക്ഷ നേതാക്കളെയും അവർ കൊണ്ടുവന്ന വികസനങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്ത തിരുവനന്തപുരം മേയർ വി രാജേഷ്. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, വി കെ പ്രശാന്ത് എന്നിവർ നിരവധി തവണ അധികാരത്തിലിരുന്നവരാണെന്നും ഇവർ നഗരത്തിനായി എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ BJP തയ്യാറാണെന്നും ഈ മൂന്ന് നേതാക്കളെയും താൻ തുറന്ന സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ടെന്നും മേയർ അറിയിച്ചു. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്നു, MLA ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം MLA ഒന്നിൽ കൂടുതൽ തവണ ആറ്റിങ്ങിൽ നിന്ന് MLA ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തുനിന്ന് ഒന്നിൽ കൂടുതൽ തവണ ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ വി കെ പ്രശാന്ത് മേയറായിരുന്നു. അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ MLA ആയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നിരവധി കാലം, പതിറ്റാണ്ടുകളോളം വിവിധ അധികാര കേന്ദ്രങ്ങൾ കൈയാളിയവരാണ്. ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവർ മൂന്നുപേരും തയ്യാറാകണം. നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങളായ കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നം എന്നിവ പരിഹരിക്കാൻ ഈ നേതാക്കൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. കൂടാതെ തെരുവ് നയബന്ധീകരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ വിഷയങ്ങളിൽ മുൻ ഭരണസമിതികളുടെ പരാജയവും ചർച്ചയാക്കണം. MLA സ്ഥാനമൊക്കെ കൈയാളിയിട്ട് കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990കളിൽ അരുവിക്കരയിൽ നിന്നും ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്കാർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്. അരുവിക്കരയിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൻ്റെ 30-35% ലീക്കായി പോവുകയാണ്. അതായത് അരുവിക്കരയിൽ നിന്നും 1000 ലിറ്റർ വെള്ളം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ അതിൽ 650 ലിറ്റർ വെള്ളം മാത്രമേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഇത് ഗവൺമെന്റ് കണക്കാണിത്. വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ എന്താണെന്നും മേയർ ചോദിച്ചു. വി ശിവൻകുട്ടി മേയറായിരുന്ന 5 വർഷത്തെ ഭരണവും BJP അധികാരത്തിലിരിക്കുന്ന നിലവിലെ 3 മാസവും തമ്മിൽ താരതമ്യം ചെയ്യാൻ താൻ തയ്യാറാണെന്നും പറഞ്ഞ വി രാജേഷ് നഗരസഭ മുൻപ് ഭരിച്ചവരാണ് തലസ്ഥാനത്തിന്റെ വികസന അവസരങ്ങൾ ഇല്ലാതാക്കിയതെന്നും കുറ്റപ്പെടുത്തി.